സ്വർഗത്തിൽ നമുക്ക് ഭവനം ഉണ്ടോ? എങ്കിൽ ഏത് തരത്തിലുള്ള ഭവനമാണ്? ഓരോരുത്തർക്കും വലിപ്പ വ്യത്യാസം ഉണ്ടായിരിക്കുമോ ഭവനങ്ങൾക്ക്? ഇനിയും ഭവനത്തിന്റെ പണികൾ തീർന്നിട്ടില്ലയോ, അതോ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഹല്ലേലൂയ. സത്യത്തിൽ എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും പ്രസംഗിക്കുന്നതും അടിവെക്കുന്നതും ഒക്കെ സ്വർഗത്തിലെ ഭവനത്തിന് വേണ്ടിയിട്ടാണ്. പലർക്കും സുവിശേഷം എന്നാൽ എങ്ങനെയെങ്കിലുമൊക്കെ സ്വർഗം എന്ന സ്ഥലത്തെത്തണം എന്നുള്ളതാണ്. സ്വർഗം എന്ന സ്ഥലത്ത് എങ്ങനെയെങ്കിലും കയറി പറ്റുക എന്നുള്ളതാണ് പലരുടെയും ചിന്ത. ഓക്കെ, ഞാൻ പലപ്പോഴും എൻ്റെ സഹോദരങ്ങൾ പറയാറുണ്ട്, എൻ്റെ അപ്പന് ഒരു 10 സെന്റ് സ്ഥലമുണ്ടെങ്കിൽ ഞാൻ അപ്പനുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുന്നുണ്ടെങ്കിൽ എനിക്കറിയാം എൻ്റെ അപ്പനുള്ളതല്ല എനിക്കുള്ളതാണ്. അതിനു പുറമെ അതൊന്നും നോക്കാതെ എൻ്റെ കണ്ണ് മുഴുവൻ, എൻ്റെ ശ്രദ്ധ മുഴുവൻ അപ്പനുള്ള വസ്തുവിലാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയും, എനിക്ക് അപ്പനുമായി ബന്ധമില്ല, ഞാൻ അപ്പൻ്റെ മെറ്റീരിയൽ പൊസഷൻസിന്റെ പുറകെയാണ്. എനിക്ക് അപ്പനെ ശുശ്രൂഷിക്കുമ്പോഴും അപ്പൻ്റെ പുറകെ നടക്കുമ്പോഴും ഒറ്റ ചിന്തയുള്ളൂ. മുടിയനായ പുത്രനെ കുറിച്ച് യേശു പറയുമ്പോൾ, അവിടുത്തെ മൂത്ത മകനെ കുറിച്ച് പറയുമ്പോൾ യേശു പറഞ്ഞു, മൂത്ത മകൻ വയലിലായിരുന്നു, അധ്വാനിക്കാൻ പോയതായിരുന്നു, പക്ഷെ അവൻ ഒറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ, അപ്പൻ്റെ ഒരു കാളക്കുട്ടിയെ കിട്ടണം. അവൻ്റെ വാക്കുകളിൽ അത് പ്രകടമായിരുന്നു. അപ്പനോട് പറയുകയാണ്, അപ്പാ ഇത്രയും കാലം ഞാൻ നിന്നെ ശുശ്രൂഷിച്ചു, അനുസരിച്ചു, നീ ഒരു കാളക്കുട്ടിയെ എനിക്ക് നൽകിയില്ല. അപ്പനുള്ള സ്വത്തിലും അപ്പൻ്റെതായ സമ്പത്തുമാണ് അവൻ്റെ ലക്ഷ്യമായിരുന്നു. ഇന്ന് പലപ്പോഴും ക്രിസ്ത്യാനികളായിരിക്കും നമ്മുടെ ഉള്ളിൽ എവിടെയൊക്കെയോ ഒരു സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു മോഹം കിടപ്പുണ്ട്. സ്വർഗം, പലരും ചിന്തിക്കുന്ന സ്വർഗത്തിലുള്ള 2 നില ബിൽഡിംഗ് ആയിരിക്കുമോ, ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് ആർക്കായിരിക്കും വീട്, യേശുവിൻ്റെ വീടിൻ്റെ അടുത്തായിരിക്കും എൻ്റെ വീട്. ഇതൊക്കെയാണ് ഡിബേറ്റഡ് ക്വസ്റ്റ്യൻസ് ഇന്ന്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ളത് എൻ്റെ ഇന്ന് ഈ ഭൂമിയിലുള്ള അയൽക്കാരനായിരിക്കുമോ? എങ്കിൽ വേണ്ട, അവനെ മാറ്റി വേറെ ആരെങ്കിലും തരണം. ഇതൊക്കെയാണ് പലരുടെയും ചിന്തകൾ. യേശു കഥാവ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു ശിഷ്യന്മാരോട്, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, എന്നിൽ വിശ്വസിപ്പൻ, ദൈവത്തിൽ വിശ്വസിപ്പൻ, എന്നിൽ വിശ്വസിപ്പൻ. എന്നിട്ട് പറയുകയാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളാം. ഹല്ലേലൂയ. യേശു പറഞ്ഞാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസം സ്ഥലങ്ങൾ ഉണ്ട്. മെനി ഡ്വെല്ലിംഗ് പ്ലേസസ്. KJV വെർഷൻ പറയുന്നു മാൻഷൻസ്. അനേകം വാസസ്ഥലങ്ങൾ, വസിക്കുവാനുള്ള സ്ഥലങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്കായി ഒരു സ്ഥലം ഒരുക്കുവാനായി പോകുന്നു. ഞാൻ സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അടുത്ത വാക്യത്തിൽ യേശു പറയുകയാണ്, ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. ഞാനൊരു സ്ഥലത്തേക്ക് പോകുന്നു, ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. അത് കേട്ടപ്പോൾ തോമസ് പറഞ്ഞു, നീ എവിടെ പോകുന്നു ഞങ്ങൾക്ക് അറിയുന്നില്ല കർത്താവേ, പിന്നെ എങ്ങനെ വഴി അറിയും? യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ, ഞാൻ മുഖാന്തരമല്ലാതെ ആരും സ്വർഗത്തിൽ എത്തുന്നില്ല എന്നല്ല പറഞ്ഞത്, ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഹല്ലേലൂയ. യേശു പറഞ്ഞു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. ഹല്ലേലൂയ. എത്തുക എന്ന് വെച്ചാൽ അറിയുക എന്നർത്ഥത്തില്ല. കാരണം അതേ അധ്യായം കഴിയുമ്പോൾ യേശു പറയുന്നുണ്ട്, 17-ാം അധ്യായം അതിന്റെ ആദ്യ വാക്യത്തിൽ യേശു പറയുകയാണ്, പിതാവായ ദൈവത്തെയും താൻ അയച്ച പുത്രനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. ഹല്ലേലൂയ. തൊട്ടടുത്ത വാക്യത്തിൽ ഫിലിപ്പോസ് യേശുവിനോട് പറയുന്നുണ്ട്, കർത്താവേ നീ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം. യേശു പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ എന്നിലൂടെയാണ് നിങ്ങൾ പിതാവിനെ അറിയുന്നത്. കാരണം എന്നെ നോക്കിയാൽ നിങ്ങൾ കാണുന്നത് പിതാവിനെയാണ്. ഈ വചനം പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതൊരു വചനവും ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കാര്യം മനസ്സിലാകത്തില്ല. ഈ വാക്യം പറയുന്നതിന് മുന്നേ നമുക്ക് മനസ്സിലാക്കേണ്ടത് 13-ാം അധ്യായത്തിൽ എന്തു പറഞ്ഞു എന്നുള്ളതാണ്. യേശു 13-ാം അധ്യായം നമുക്ക് പഠിക്കുവാൻ എളുപ്പത്തിനാണ് ബൈബിളിൽ ഇങ്ങനെ
വാക്യങ്ങൾ തിരിച്ച്, അധ്യായങ്ങൾ തിരിച്ച് വച്ചിരിക്കുന്നത്. യേശു അധ്യായമായിട്ടോ വാക്യമായിട്ടല്ല സംസാരിച്ചു. യേശു തുടർമാനമായ ഒരു പ്രസംഗമാണ്, അതിനെ ഭാഗമാക്കിയതാണ്. 13-ാം അധ്യായത്തിൽ യേശു തന്റെ ശിഷ്യന്മാരോട് പാസ് ഓവർ മീലിന് ശേഷം, അവരുടെ ഒരുമിച്ചുള്ള ഭക്ഷണത്തിന് ശേഷം യേശു അവരോട് തൻ്റെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന, അടുത്ത മിനിറ്റുകളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ്. നിങ്ങൾ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും, ഞാൻ ക്രൂശിലേക്ക് പോകും, കഷ്ടം അനുഭവിക്കേണ്ടി വരും, മരിക്കേണ്ടി വരും എന്നൊക്കെ യേശു അവരോട് പറയുകയാണ്. ഇതെല്ലാം കേട്ടപ്പോ ശിഷ്യന്മാർ ദുഃഖത്തിലായിരിക്കുകയാണ്, വളരെ വിഷമത്തിൽ, പ്രതീക്ഷയില്ലാതെ ഇരിക്കുന്ന ശിഷ്യന്മാർ. യേശു തങ്ങളെ വിട്ടു പോകുമെന്ന് കേട്ടപ്പോ വിഷമിച്ച് കരഞ്ഞ് കണ്ണുകലങ്ങിയിരിക്കുന്ന ശിഷ്യന്മാരോടാണ് യേശു പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. അവർക്ക് പ്രതീക്ഷ കൊടുക്കുന്ന ഒരു അധ്യായമാണ് ഈ പറയുന്ന 14-ാം അധ്യായം. 15-ാം അധ്യായം എന്ന് പറയുന്നത് അതിലും വലിയ പ്രതീക്ഷ കൊടുക്കുന്ന അധ്യായമാണ്. 15-ാമത് യേശു പറയാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ്, ഒരുമിച്ച് വസിക്കുന്നതിനെ കുറിച്ച് യേശു 15-ാം അധ്യായത്തിൽ പറയുന്നു. 16, 17 വാക്യം വായിക്കുമ്പോൾ അറിയാൻ പറ്റും. 17-ാം അധ്യായം യേശുവിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള പ്രാർത്ഥനയാണ് പിതാവിനോട്. പിതാവേ, അങ്ങനിക്കുന്ന മഹത്വം ഞാൻ ഇവർ കൊടുത്തിരിക്കുന്നു, ഞാനും അങ്ങ് ഒന്നായിരിക്കുന്ന പോലെ ഇവരും നമ്മിൽ ഒന്നാകേണ്ടതിന് എന്നൊക്കെ കുറിച്ച് യേശുവിന്റെ പ്രാർത്ഥന കണ്ടോ. ഇവിടെ എല്ലാം യേശുവിന്റെ പ്രാർത്ഥന ഈ 15, 16, 17 അധ്യായങ്ങളിൽ ഒരുമിച്ച് വസിക്കുന്നതിനെ കുറിച്ചാണ്. അതിന് മുന്നോടിയായി 14-ാം അധ്യായത്തിൽ പറയുകയാണ്, വസിക്കുന്നത് ഞാനൊരു പാർപ്പിടം ഉണ്ടാക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ആ പാർപ്പിടത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ ഒരുമിച്ച് വന്ന് വസിക്കും എന്നാണ് യേശു ഇവിടെ സംസാരിക്കുന്നത്. അവരെ ബലപ്പെടുത്തുന്ന ഒരു അധ്യായമാണ് 14-ാം അധ്യായം. യേശു അവരോട് പറയുന്നത്, ഞാൻ 2000 വർഷം കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് പോയി തിരിച്ചു വരുന്നതിനെ കുറിച്ചല്ല. അവരോട് പറയുകയാണ്, നിങ്ങൾ വിഷമിക്കരുത്, ഞാൻ ഒരു സ്ഥലം ഒരുക്കാൻ പോകുന്നു, ഒരുക്കിയിട്ട് നിങ്ങൾ അടുക്കലേക്ക് തിരികെ വരും. അതിന് തെളിവായി, അതിന് മുന്നേ നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ നിങ്ങളോട് തരും. നിങ്ങൾക്ക് പിതാവിനോട് ചോദിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരും. എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് ഞാൻ ആ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരും. ആ വാക്യം നിങ്ങൾ വായിക്കും, മനസ്സിലാകും. 14-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം യേശു അവരോട് പറയുകയാണ്, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. യേശു ഫിസിക്കലി അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവരെ വിട്ടു പോകുന്ന അറിഞ്ഞപ്പോ വിഷമിച്ചിരിക്കുന്ന ശിഷ്യന്മാരോട് യേശു പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ പിതാവിനോട് ചോദിച്ചിട്ട് എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് ആരെ തരും? പരിശുദ്ധാത്മാവിനെ തരും. ശ്രദ്ധിക്കണേ, അടുത്ത വാക്യം, ലോകം അവനെ കാണുകയോ, ആരെ? പരിശുദ്ധാത്മാവിനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. ലോകത്തിനത് സ്വീകരിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവനെ അറിയുന്നു. അടുത്ത വാക്യം, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. 2000 വർഷം കഴിഞ്ഞിട്ടെന്നല്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ കുറച്ചു നാൾ കഴിഞ്ഞാൽ, ശ്രദ്ധിക്കണേ, 2000 വർഷമല്ല, കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ, കുറച്ചു ദിവസം കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഹല്ലേലൂയ. നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഹല്ലേലൂയ. അടുത്ത വാക്യം ശ്രദ്ധിച്ചേ, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമെന്ന് നിങ്ങൾ അന്ന് അറിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതെപ്പോ സംഭവിക്കുന്ന കാര്യമാ? കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ. ലോകത്തിന് അറിയാൻ പറ്റത്തില്ല, പക്ഷേ പരിശുദ്ധാത്മാവ് നിങ്ങൾ വസിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും, നിങ്ങൾ അറിയും, ഞാൻ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമെന്ന് നിങ്ങൾ അന്നാളിൽ അറിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതിന്റെ ഒരു ആഡ് ചെയ്തൊരു വാക്യമാണ് 23-ാം വാക്യം. യേശു പറയുകയാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. ശ്രദ്ധിക്കണേ, ഞാനൊരു ആമുഖം പറഞ്ഞു വരികയാണ്. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. അടുത്ത വാക്യം, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. ഹല്ലേലൂയ. ഞങ്ങൾ ആരൊക്കെ? പിതാ, പുത്ര, പരിശുദ്ധാത്മാവ് വന്ന് നമ്മോട് കൂടെ
വാസം ചെയ്യും. മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ്, ഒരുമിച്ചുള്ള വാസത്തെ കുറിച്ചാണ് 14-ാം അധ്യായത്തിൽ യേശു പറഞ്ഞത്, ഞാനൊരു സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനു വേണ്ടി? ഒരുമിച്ച് വസിക്കാൻ. കാരണം അടുത്ത അധ്യായത്തിൽ പറയുന്നു, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയുകയില്ല. ഒരുമിച്ച് വസിക്കുന്നതിനെ കുറിച്ചാണ് 15-ാം അധ്യായത്തിൽ. ഒറ്റയ്ക്ക് നിങ്ങൾക്ക് സ്വയമായി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്നോട് ചേർന്ന് നിന്നാൽ, മുന്തിരിവള്ളിയാകുന്ന എന്നിൽ വസിച്ചാൽ നിങ്ങൾ അധികം ഫലം കായ്ക്കും എന്ന് പറയുന്ന അധ്യായമാണ് 15-ാം അധ്യായം. ഇതിനിടയ്ക്ക് ഒരിടത്തും തന്നെ യേശു സ്വർഗത്തെ കുറിച്ച് പരാമർശിച്ചിട്ടില്ല. ഹല്ലേലൂയ. യേശു ഇവിടെ പറയുകയാണ്, ഞാനൊരു സ്ഥലം ഒരുക്കാൻ പോകുന്നു. നിങ്ങൾക്കറിയാമല്ലോ, പഴയ നിയമത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം വസിച്ചിരുന്ന എവിടെയാണ്? ആലയത്തിലാണ്. ശരിയല്ലേ? യേശു പറഞ്ഞു, എൻ്റെ പിതാവിന്റെ ഭവനത്തെ നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി. പിതാവിന്റെ ഭവനമായിരുന്നു, പിതാവിന്റെ ആലയം എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ ആ വലിയ ബിൽഡിംഗ് ആയിരുന്നു, അല്ലേ? യേശു അതിന്റെ അടുക്കൽ നിന്ന് പോയിട്ട് പറയുകയാണ്, ഇതിനെ പൊളിപ്പിൻ, ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസം കൊണ്ട് ഒന്നിനെ പണിയും. ഹല്ലേലൂയ. ഇതുവരെ ദൈവമഹത്വം വസിച്ചിരുന്ന ഇതിനെ പൊളിപ്പിൻ, ഞാൻ ഒന്നിനെ 3 ദിവസം കൊണ്ട് പണിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആദ്യം പറയാണ്, ഞാനൊരു വർക്ക് ചെയ്യാൻ പോകുന്നു, ഞാനൊരു വീട് പണിയാൻ പോകുന്നു. പക്ഷെ അത് 3 ദിവസം കൊണ്ട് പണിയുന്ന ഒരു വീടായിരിക്കും. 2000 വർഷം കൊണ്ട് പണി തീരാത്തൊരു വീടല്ല, 3 ദിവസം കൊണ്ട് പണിയുന്ന ഒരു വീട്. ഹല്ലേലൂയ. യേശു കർത്താവ് കാൽവരി ക്രൂസിൽ നിവൃത്തിയായെന്ന് വിളിച്ചു പറഞ്ഞപ്പോ ആലയത്തിന്റെ തിരശ്ശീല 2 കീറി ദൈവമഹത്വം പുറത്തേക്ക് ഒഴുകി. അതുവരെ സാധാരണക്കാരന് അപ്രാപ്യമായിരുന്ന, യഹൂദന് മാത്രം സ്വന്തമായെന്ന് പറഞ്ഞിരുന്ന ദൈവാലയത്തിനകത്ത് നിന്ന് ദൈവമഹത്വം പുറത്തേക്ക് ഇറങ്ങി. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത്, കൈപ്പണിയായ ഒന്നിലും ഇനി ദൈവം വസിക്കുന്നില്ല. ദൈവം വസിക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, അത് നിങ്ങളുടെ ശരീരമാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യയിൽ ചോദിക്കുന്നത്, നിങ്ങൾ അറിയുന്നില്ലയോ നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു പറഞ്ഞു, ഞാനൊരു വീട് പണിയാൻ പോവുകയാണ് എനിക്ക് വസിക്കുവാനായി. എനിക്ക് എന്നേക്കും എൻ്റെ മക്കളോട് കൂടെ ഈ ഭൂമിയിൽ വസിപ്പാൻ ഞാനൊരു ഭവനം പണിയാൻ പോകുന്നു. അത് നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ 40ഓളം വർഷമെടുത്ത് പണിതുപോലെ ആയിരിക്കത്തില്ല. 3 ദിവസം കൊണ്ട് ഞാൻ അതിനെ പണിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അയ്യോ ബ്രദറെ, അവൻ സ്വർഗത്തിൽ വീടില്ലേ? വിഷമിക്കണ്ട, വിഷമിക്കണ്ട. ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. പലരുടെയും മനസ്സിൽ കണ്ണടച്ച കാണുന്നത് സ്വർണത്തിലുള്ള തെരുവീതിയും സ്വർണത്തിലുള്ള വീടും സ്വർണ്ണ പാത്രവും, ഇനി കുടിക്കാൻ സ്വർണ്ണ വെള്ളം കിട്ടിയ അതും ഓക്കെ, എല്ലാത്തിനും സ്വർണ്ണമാണ്, എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, യേശു ഇല്ലാത്ത സ്വർഗത്തിൽ പോകാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? യേശു ഉണ്ടോ ഇല്ലേ? സ്വർഗത്തിൽ പോകണം എന്നാണോ ചിന്തിക്കുന്നത്? മതം അങ്ങനെയാണ്, സ്വർഗത്തിൽ പോകണം, എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകണം. ഇവിടുന്ന് ചൊവ്വയിൽ പോകണം എന്ന് പറയും പോലെയാണ്, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോകണം, ഒരു സ്ഥലത്ത് കൊണ്ടുപോകണം. ഇതാണ് എല്ലാവരുടെയും ആഗ്രഹം. ഓക്കെ, യേശു ഉള്ള യേശു ഇല്ലാത്ത സ്വർഗം നിങ്ങൾക്ക് ഇഷ്ടമാണോ, അതോ യേശുവിനാണോ നിങ്ങൾക്ക് ഇഷ്ടം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ മൂത്ത മകൻ ആഗ്രഹിച്ചത് ഒരു കാളക്കുട്ടിയാണ്. ഓക്കെ, ഞാൻ ഇടയ്ക്ക് പറഞ്ഞുണ്ടായി, ഞാനൊരു കഥാവിനെ സംസാരിക്കുമ്പോൾ ഞാൻ കഥാവോട് പറഞ്ഞു, കഥാവേ, എനിക്ക് സ്വർഗമല്ല വലുത്, എനിക്ക് നീയാണ് വലുത്. എനിക്ക് സ്വർഗത്തെക്കാൾ എനിക്ക് വലുത് നീയാണ്. അപ്പൊ കഥാവിന് പറഞ്ഞു, മോനെ, അപ്പോഴാണ് എനിക്ക് എക്സാമ്പിൾ എൻ്റെ ഉള്ളിലേക്ക് തന്നത്. ഒരപ്പന് ഒരു 100 സെന്റ് അല്ലെങ്കിൽ ഒരു ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ മക്കൾ അതിന് അവകാശികളാണ്. വചനം പറയുന്നു, മക്കളെങ്കിലും നിങ്ങൾ സകലത്തിനും അവകാശം. വചനം പറയുന്നു, സ്വർഗം യഹോവയ്ക്കുള്ളത്. ഹല്ലേലൂയ, സ്വർഗം യഹോവയ്ക്കുള്ളത്. യഹോവയുടെ ദൈവത്തിന്റെ മക്കളാണ് നമുക്കുള്ളതാണ് ദൈവത്തിന്റെ സകല അവകാശം. ഓക്കെ, അപ്പൊ എന്റെ കഥ പറഞ്ഞു, മോനെ, അപ്പനുള്ള സ്ഥലമായിരിക്കരുത് നിന്റെ മോട്ടീവ്, അപ്പനായിരിക്കണം നിന്റെ മോട്ടീവ്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി അതേ അപ്പനെ, സർവശക്തനായ സൃഷ്ടികർത്താവിന് 1 അല്ല 100 സ്വർഗങ്ങളെ സൃഷ്ടിച്ച് തരുവാൻ കഴിയും. ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഞാൻ ചോദിച്ചാൽ അവൻ 1 അല്ല, പൗലോസ് പറയുന്ന 3-ാം സ്വർഗം വരെ പോയി. ഞാൻ പറയും 100 സ്വർഗം വേണമെങ്കിലും എൻ്റെ ദൈവം സൃഷ്ടിച്ചു തരാൻ റെഡിയാണ്. അവൻ ആഗ്രഹിക്കുന്ന 1 മാത്രം, നിന്റെ ഹൃദയത്തിനകത്ത് സ്വർഗമായിരിക്കരുത് പ്രാധാന്യം, അവനായിരിക്കണം.
ഹല്ലേലൂയ. അവൻ ബന്ധം ആഗ്രഹിക്കുന്ന ദൈവമാണ്. ഇവിടെ പഴയ നിയമത്തിൽ ആലയത്തിനകത്ത് വസിച്ചിരുന്ന മഹത്വം, ദൈവമഹത്വം തിരശ്ശീല കീറി പുറത്തേക്ക് പോയി. യേശു കർത്താവ് തൻ്റെ മരണ പുനരുത്ഥാനത്തിലൂടെ ഒരു ആലയം ഉണ്ടാക്കി. തനിക്ക് വസിക്കുവാൻ പറ്റുന്ന, മനുഷ്യരോടുകൂടെ എന്നേക്കും വാഴുവാൻ പറ്റുന്ന ഒരു ആലയം. തൻ്റെ ശരീരമാകുന്ന തിരശ്ശീലയിലൂടെ അവൻ കടന്നു ചെന്ന് അവൻ ഒരു പുതിയ ആലയത്തെ പണിതു. യേശു പറഞ്ഞു 3 ദിവസം കൊണ്ട് ഞാൻ അതിനെ പണിയും. ഹല്ലേലൂയ. അങ്ങനെ പണിതെടുത്ത, അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിലും കൊലോസ്യ ലേഖനത്തിലും പറയുകയാണ്, ആകയാൽ ക്രിസ്തുവിനോട് കൂടെ മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നവരായ നാം ഓരോരുത്തരും ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റവരാണ്. ഹല്ലേലൂയ. നമ്മൾ ആരും ഇനി പഴയ സൃഷ്ടിയല്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ഈ പുതിയ സൃഷ്ടി ദൈവത്തെ അക്കോമഡേറ്റ് ചെയ്യാൻ തക്കവണ്ണം കപ്പാസിറ്റി ഉള്ളവനാണ്. ഹല്ലേലൂയ. പലർക്കും ഈ കൺഫ്യൂഷൻ വരാനുള്ള കാരണം ഞാൻ പറയാം. പലർക്കും നമ്മളെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഈ കാണുന്നതാണ് നമ്മളെന്നാണ്. ഇതാണ് വിനോദം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഇതാണ് വിനോദം. ഓക്കെ, ഒന്ന് സങ്കല്പിച്ച് നോക്കിയേ. ഒരു വ്യക്തി, ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം, കറിയാച്ചൻ നല്ല കോട്ടൺ സ്യൂട്ടിലിട്ട് നടക്കുന്ന ആളാണ്. നല്ല മെർസിഡസ് ബെൻസിൽ യാത്ര ചെയ്യുന്ന മനുഷ്യനാണ് കറിയാച്ചൻ. നാട്ടുകാരുടെ മുന്നിൽ കറിയാച്ചൻ എന്ന് വെച്ചാൽ അറിയാം, ഇത്ര പൊക്കമുള്ള ഈ കൂളിംഗ് ഗ്ലാസ് വെച്ച മനുഷ്യനാണ് കറിയാച്ചൻ. ഒരു സുപ്രഭാതത്തിൽ കറിയാച്ചൻ അങ്ങ് മരിച്ചു. വൈകുന്നേരം കറിയാച്ചൻ വീട്ടിൽ പോയപ്പോൾ കറിയാച്ചൻ മുറ്റത്ത് ഇങ്ങനെ കിടപ്പുണ്ട്. ഒരു കട്ടലയിൽ ഇങ്ങനെ കിടത്തിക്കുക, വെള്ളയൊക്കെ പുതച്ചിട്ടുണ്ട്. ആരെങ്കിലും പറയോ കറിയാച്ച എന്താ അവിടെ കിടക്കുന്നതെന്ന് ചോദിക്കുമോ? നിങ്ങൾ പറയും ബോഡി എടുക്കാറായോ? ആണോ അല്ലയോ? പിന്നെ നിങ്ങൾ പേര് വിളിക്കുമോ? പറയോ? നിങ്ങളെല്ലാം പറയും ബോഡി. അതിന്റെ പേര് പിന്നെ ബോഡി എടുക്കാറായോ? കറിയാച്ചൻ പോയി, കറിയാച്ചൻ മരിച്ചു പോയി എന്ന് പറയും. ഹല്ലേലൂയ. അപ്പോഴും കിടപ്പുണ്ട് അവിടെ ഒരു സാധനം. എന്നതാ ബോഡി എന്ന് വെച്ചാൽ കറിയാച്ചൻ അതുവരെ താമസിച്ചിരുന്ന വീട് അവിടെ കിടപ്പുണ്ട്. ശരിയല്ലേ? ഞാൻ നിങ്ങൾക്ക് ആ പോയിന്റിലേക്ക് കൊണ്ടുവരികയാണ്. കറിയാച്ചൻ അന്ന് വരെ ഈ ഭൂമിയിൽ താമസിക്കാനായി ഉപയോഗിച്ചിരുന്ന വീട് അവിടെ കിടപ്പുണ്ട്. കറിയാച്ചൻ പോയി കഴിഞ്ഞാൽ ഈ വീടിന് പ്രസക്തിയില്ല. വീടിന് എത്രയും പെട്ടെന്ന് കുഴിച്ചിട്ടില്ലെങ്കിൽ നാറും. കാരണം ഈ വീടിനെ നിലനിർത്തിയിരുന്നത് അതിനകത്തിരുന്ന കറിയാച്ചനാണ്. ശരിയല്ലേ? നമ്മുടെ ഈ ശരീരത്തെ നിലനിർത്തിയിരിക്കുന്ന ആള് നമ്മളാണ് അകത്തിരിക്കുന്ന ആത്മാവാകുന്ന നാം ഓരോരുത്തരും. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എർത്തിലി സ്യൂട്ടാണ് ഈ പുറത്ത് കാണുന്ന ഈ ശരീരം. ഹല്ലേലൂയ. ഒരു വാക്യം എടുക്കാം, കൊരിന്ത്യർ, അത് പറയുമ്പോൾ കുറച്ച് ക്ലാരിറ്റി കിട്ടും. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. കൂടാരമായ ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞു പോയാൽ, ശ്രദ്ധിച്ചു കേൾക്കുക, കൂടാരമായ ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണി അല്ലാത്ത നിത്യഭവനമായി സ്വർഗത്തിൽ ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരിവാനല്ല, മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കിയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ഹല്ലേലൂയ. ഒന്ന് മനസ്സിലായില്ലല്ലോ? പറഞ്ഞുതരാം. സാധാരണ അറിയാവോ, ടൂറൊക്കെ പോണ ആൾക്കാർ ടെന്റ് അടിക്കും അല്ലേ? ടെന്റ്, ചെറിയ കൂടാരം അടിച്ച് കിടക്കും. ഇസ്രായേൽ മക്കളൊക്കെ അവരുടെ യാത്രയിടയ്ക്ക് സ്ഥിരം കൂടാരം അടിക്കുമായിരുന്നു. എന്തിനാ കൂടാരം അടിക്കുന്നത്? നാളെ പൊളിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താ? സ്ഥിര താമസം ഉള്ളതല്ല കൂടാരം. ഓക്കെ, ഇവിടെ പറയുകയാണ് കൂടാരമായ ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞു പോയാൽ എന്ന് വെച്ചാൽ ഞാൻ വസിക്കുന്ന എൻ്റെ ഈ ഭവനം. ഹല്ലേലൂയ. മനസ്സിലായിക്കൊള്ളാം. ഞാനാകുന്ന ഞാൻ ഇതിനകത്ത് വസിക്കുകയാണ്. ഈ ഭവനം അഴിഞ്ഞു പോയാലും, ഞാൻ ഈ ഭൂമിയിൽ നിദ്ര കൊണ്ടാലും മരിച്ചു പോയാലും, കൈപ്പണിയല്ലാത്ത എന്ന് വെച്ചാൽ ഇത് കൈപ്പണിയാണ്. ശരിയല്ലേ? ദൈവം തൻ്റെ കൈയാൽ മെനഞ്ഞെടുത്ത ഒന്നാണിത്. ആദാമിനെ ദൈവം എന്ത് ചെയ്തു?
മണ്ണുകൊണ്ട് മെനഞ്ഞെടുത്ത ശരീരമാണിത്. ശരിയല്ലേ? നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? കൈപ്പണിയായ ശരീരമാണിത്. എന്നാൽ അങ്ങനെ അല്ലാത്ത ഒരെണ്ണം നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. അത് ഏത് കെട്ടിടമായിരിക്കും? ഡബിൾ സ്റ്റോറി ആയിരിക്കും, 1 സ്റ്റോറി ആയിരിക്കും? ഇവിടെയാണ് പ്രശ്നം. ആദ്യത്തെ എല്ലാവർക്കും മനസ്സിലായി, കൂടാരമായ ഈ ഭൗമ ഭവനം അത് ഇതാണെന്ന് മനസ്സിലായി. എടാ, ഇതാണെങ്കിൽ അവിടെ പോകുമ്പോൾ ഇതുപോലത്തല്ലേ വേണ്ടത്? വേണ്ടേ? ഇത് അഴിഞ്ഞു പോയാൽ അവിടെ പോയിട്ടും മറ്റേ ഡബിൾ സ്റ്റോറി ബിൽഡിംഗ് അല്ലല്ലോ വേണ്ടേ, ഇതല്ലേ വേണ്ടേ? ശരിയല്ലേ? ഒന്നുകൂടി ചോദിക്കാം. യേശു കഥാവും ഈ ഭൂമിയിൽ ജീവിച്ചു. എല്ലാവരും കൂടി യേശുവിനെ ക്രൂശിച്ചു, അടിച്ചു, ഉടച്ചു, ശരീരത്തെ തകർത്തു. എല്ലാം ഉഴവ് ചാൽ പോലെ വലിച്ചു കീറി വൃത്തികേടാക്കി. കണ്ടാൽ ഉഴാൻ വേണ്ടിയിട്ടിരിക്കുന്ന നിലമെന്ന് തോന്നുമാറ് ശരീരം ചെതറി. ശരിയല്ലേ? യേശു തലയിലേക്ക് മുൾക്കിരീടം വെച്ചു, അടിച്ച് കള്ളൊക്കെ പൊട്ടിച്ചു, മാക്സിമം ഉപദ്രവിച്ചു. ഈ യേശു മരിച്ചു, തൻ്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുത്തു. അതാണ് വാക്ക്. ശരിയല്ലേ? അപ്പോൾ അവർ ബോഡി എടുത്തു. ഈ ബോഡിയിൽ സുഗന്ധദ്രവ്യമൊക്കെ പൂശി സാധാരണ ചെയ്യുന്ന പോലെ മറവ് ചെയ്യാനായി ഒരു ഗുഹയിലുള്ള ഒരു പാറയിൽ വെട്ടിയ ഗുഹയിൽ വെച്ച് പാറ കഷ്ണം വെച്ച് അടച്ചു. ശരിയല്ലേ? ആണോ അല്ലയോ? അത് കഴിഞ്ഞ ശേഷം ആ വഴിക്ക് യേശു പോയില്ലല്ലോ. 3-ാം ദിവസം യേശു തിരിച്ചു വന്നു. യേശു തിരികെ വന്നപ്പോ ഇന്നലെ പീലാത്തോസും കൂട്ടരും അടിച്ച് കീറിയതുപോലുള്ള ശരീരമായിരുന്നില്ല. ഈ ശരീരത്തിന് പ്രത്യേകത ഉണ്ടായിരുന്നു. യേശു ഭവനത്തിനകത്ത് ആൾക്കാർ ഇങ്ങനെ അടച്ചിട്ടിരിക്കുമ്പോൾ അതിനകത്ത് വന്ന് നിങ്ങൾക്ക് സമാധാനം. മതിൽക്കെട്ടുകൾക്ക് ബാരിയർ അല്ലാത്ത ഒരു ശരീരം. ഹല്ലേലൂയ. ഇവിടെ നിൽക്കുമ്പോൾ അടുത്ത സെക്കൻഡിൽ വേറൊരു സ്ഥലത്ത്, അവിടെ നിൽക്കുമ്പോൾ വേറൊരു സ്ഥലത്ത്, 500-ലധികം ആൾക്കാർക്ക് 40-ലധികം പ്രാവശ്യം പല സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്നു മറ്റൊരു ശരീരം. ഈ യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോൾ കൊണ്ടുവന്നത് ഒരു വലിയ ബിൽഡിങ്ങുമായിട്ടാണോ അതോ ശരീരമായിട്ടാണോ? ആണോ? മഹത്വകരമായ ഒരു ശരീരം. ഹല്ലേലൂയ. മഹത്വകരമായി തിളങ്ങുന്ന ഒരു ശരീരം. പക്ഷെ എല്ലാവരും യേശുവിനെ തിരിച്ചറിഞ്ഞു. ശരിയല്ലേ? ശരിയാണോ അല്ലയോ? പക്ഷേ മറ്റൊരു ശരീരം. ഹല്ലേലൂയ. യേശുവിന്റെ ഉയർപ്പ് നമ്മുടെയും ഉയർപ്പാണ്. അതാണ് വലിയ പ്രത്യാശ. നമ്മൾ നിദ്ര കൊണ്ടാലും വചനം പറയുന്നു, നിങ്ങൾക്ക് സ്വർഗത്തിലൊരു പ്രത്യാശ ഉണ്ട്. എന്താണ്? നിങ്ങൾക്ക് വേണ്ടി കൈപ്പണി അല്ലാത്തൊരു ആലയം അവിടെ വച്ചിട്ടുണ്ട്, ഒരു ഭവനമുണ്ട്. എന്നാ ഭവനമാണ്? നിങ്ങൾക്ക് വസിക്കാൻ പറ്റുന്ന, മരണത്തിന് തൊടാൻ പറ്റാത്ത, അതിർവരമ്പുകളില്ലാത്ത, ഹല്ലേലൂയ, കാലങ്ങൾക്ക് അതീതമായ, ഒരിക്കലും ഡീക്കേ ചെയ്യാത്ത ഈ ഭൂമിയിലെ എർത്ത് പോലല്ല, അത് സ്വർഗീയ ഭവനമാണ്. ഹല്ലേലൂയ. ഭൗമിക ശരീരം പോലെ ആണെങ്കിൽ സ്വർഗീയ ശരീരമുണ്ട്. ഞാൻ എല്ലാം എടുക്കാൻ സമയമില്ല. ഭൗമ ശരീരമുണ്ട്, സ്വർഗീയ ശരീരമുണ്ട്. ഭൗമികന്റെ പ്രതിമ ധരിച്ചത് പോലെ നമ്മൾ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കുമെന്നാണ് ഇവിടെ എഴുതിക്കുന്ന വാക്യം. നോക്കിയേ, സ്വർഗത്തിലൊരു കെട്ടിടമുണ്ട്. അടുത്ത വചനം പറയാണ്, ഈ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം ഈ ഭൗമഭവനത്തിന് പുറമേ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. സ്വർഗത്തില് സ്വർണം കൊണ്ടുള്ള വലിയ 2 നില വീട് കാത്തിരിക്കുന്ന ആൾക്കാർ ചോദിക്കുകയാണ്, അതിനെങ്ങനെയാണ് ഇതിന്റെ പുറത്തെടുത്ത് ധരിക്കുന്നത്? സ്വർഗീയമായ നിങ്ങളുടെ പാർപ്പിടം ഈ പാർപ്പിടത്തിന്റെ പുറമേ ധരിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. എങ്ങനെ ധരിക്കും? ഹല്ലേലൂയ. സത്യത്തിൽ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല പോലെ അവിടെ പോയി വലിയൊരു വീട്ടിൽ താമസിക്കണം, ഇതാണ് എല്ലാവരുടെ ആഗ്രഹം. ഇവിടെ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ വചനം പറയുന്നു, ഈ ഭൂമിയിൽ സ്വർഗീയമായ രീതിയിൽ സ്വർഗത്തിൻ്റെതായ സ്റ്റാൻഡേർഡിൽ ജീവിക്കുവാൻ സ്വർഗദൈവം ആഗ്രഹിച്ചു. നമ്മളെ ദൈവം ഈ ഭൂമിയിൽ ആക്കി വച്ചിരിക്കുന്നത് ഈ ഭൂമിയിൽ വാഴുവാനാണ്. വചനം വ്യക്തമായി പറയുന്നു, നീതിമാന്മാർ ഭൂമിയെ കൈവശമാക്കി എന്നേക്കും അതിൽ വസിക്കും. ഹല്ലേലൂയ. അതിന് പകരം ഭൂമിയെ കത്തിക്കാൻ വെച്ചിരിക്കുവാണല്ലോ. ആര് പറഞ്ഞു? ദൈവം ഭൂമിക്ക് അടിസ്ഥാനമിട്ടിരിക്കുന്നു, അതെന്നേക്കും നിലനിൽക്കുന്നു എന്ന് വചനം പറയും. വചനം വ്യക്തമായി പറയുന്നു, സ്വർഗം യഹോവയ്ക്കുള്ളത്, ഭൂമി അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു.
ഹല്ലേലൂയ. ഇന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, സ്വർഗത്തിലെ ഇഷ്ടം ഭൂമിയിലാകുക, സ്വർഗവും ഭൂമിയും ഒന്നായി ചേരുക എന്നുള്ള കാലസമ്പൂർണ്ണതയ്ക്കുള്ള വ്യവസ്ഥയ്ക്കായിട്ട് സ്വർഗം ഇന്ന് കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിൽ പറയുന്ന പോലെ പ്രവാചകന്മാർ മുഖാന്തരം പഴയ കാലത്തിൽ ദൈവം അരുളിച്ചെയ്ത് മുഴുവൻ നിവർത്തിയാകുവോളം സ്വർഗം യേശുവിനെ കൈക്കൊള്ളേണ്ടതാകുന്നു. അപ്പോൾ അർത്ഥം, അത് മുഴുവൻ നിവൃത്തിയായി കഴിയുമ്പോൾ യേശു വരും. ഹല്ലേലൂയ. യേശു വരും. എന്തിനു വേണ്ടി? തൻ്റെ സഭയെ ചേർക്കുവാൻ. എന്ന് വെച്ചാൽ യേശു, ചിലരുടെ ഒരു ചിന്ത ഇതാണ്, യേശു വരുമ്പോൾ നമ്മളൊക്കെ കൂടെ അങ്ങ് യേശുവിനോടൊപ്പം ഏതോ ഒരു രാജ്യത്തേക്ക് പോകുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, വചനം പറയുന്നത് അവൻ വരുമ്പോൾ നാം അവനെ എതിരേൽക്കുവാൻ മേഘങ്ങൾ എടുക്കപ്പെടുമെന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. ജീവനോടായിരിക്കുന്ന നമ്മൾ മരിച്ചവർക്ക് അവരുടെ മരിച്ചു പോയെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും? അവർ ഉരിഞ്ഞു കളഞ്ഞ ശരീരത്തിന്റെ പുറത്ത് അവർക്ക് പുതിയത് സ്വർഗീയമായത് കൊടുക്കും. മരിക്കാത്തവർക്കോ വചനം വ്യക്തമായി ഇപ്പൊ വായിച്ച വാക്യം പറയുന്നു, ഉരിഞ്ഞു കളയാത്തവർക്ക്, പുറത്തുള്ളവർക്ക് ഇതിന്റെ മീതെ ധരിക്കും. ഉരിഞ്ഞു കളഞ്ഞവർക്ക് അത് പുതിയത് ലഭിക്കും. ഉരിഞ്ഞു കളയാത്തവർക്ക്, ജീവനോടെ ഇരിക്കുന്നവർക്ക് എന്ത് ചെയ്യും? നിമിഷം കൊണ്ട് രൂപാന്തരപ്പെടും. അവർ രൂപാന്തരപ്പെട്ട് സ്വർഗീയ ശരീരങ്ങളായി മാറും. എന്നിട്ട് എന്ത് ചെയ്യും? യേശുവിനെ വരവേൽക്കാനായി, എതിരേൽക്കാനായി മേഘങ്ങൾ എടുക്കപ്പെടും. എതിരേൽക്കുക എന്ന് വെച്ച അർത്ഥം എന്താണ്? കൂടെ പോവുക എന്നാണോ? ചിലരാണ് സ്വർഗത്തിൽ ഇങ്ങനെ മേഘങ്ങൾ യേശു വരുമ്പോൾ നമ്മൾ ഇവിടുന്ന് പറന്ന് യേശുവിനോടൊപ്പം ദൂരെ അങ്ങ് പോകും ആണോ? നിങ്ങൾ സാധാരണ കല്യാണത്തിനൊക്കെ പോകാറുണ്ടല്ലോ അല്ലേ? ചെറുക്കനും കൂട്ടനും വരും, പെൺവീട്ടുകാർ അങ്ങോട്ട് പോയി സ്വീകരിച്ചിട്ട് ചെറുക്കൻ്റെ കൂടെ അങ്ങ് പോവല്ലേ? അങ്ങനെയാണോ? അതോ സ്വീകരിച്ചിട്ട് കൊണ്ടുവരും? കല്യാണത്തിന് വരികയാണ്, ചെറുക്കനും കൂട്ടനും വരികയാണ്, പെൺവീട്ടുകാർ പോയി സ്വീകരിച്ച് ചെറുക്കനോട് അങ്ങ് പോവും, അത് അവരെ സ്വീകരിച്ച് കൊണ്ടുവരും. എതിരേൽക്കാൻ പോണ ചത്വം എന്താ? സ്വീകരിച്ച് ആനയിക്കുക എന്നർത്ഥം. ശരിയല്ലേ? നാം അവനെ എതിരേൽക്കുവാൻ മേഘങ്ങൾ പോയി. എതിരേറ്റ് എങ്ങോട്ടാ വരുന്നത്? ഭൂമിയിലേക്കാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയെ സ്വർഗതുല്യമാക്കി മാറ്റാൻ, സ്വർഗവും ഭൂമിയും ഒന്നായി ചേരുക എന്നുള്ളതാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതി. സ്വർഗത്തിലുള്ള ഭവനത്തെ കുറിച്ച് പറഞ്ഞെത്താം. നിങ്ങൾക്കിനി സ്വർഗത്തില് നിങ്ങൾ പറയുകയാണ് നിങ്ങൾക്ക് 2 ഏക്കറും സ്ഥലമാണെങ്കിൽ സ്വർഗ ദൈവം നിങ്ങൾക്ക് തീർച്ചയായും തരും. സ്വർഗത്തിൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. എല്ലാം നിങ്ങൾ വിചാരിക്കുന്ന പോലെ സ്വർണ്ണ തെരുവീതി ഉണ്ട്, സ്വർണത്തിലുള്ള എന്തുമുണ്ട്, എല്ലാം അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങൾക്കുള്ള ഭവനം എന്ന് പറയുന്നത്, അത് സ്വർഗീയ ഭവനം എന്ന് പറയുന്നത് ഈ ബോഡി മാറി മഹത്വകരമായ ഒരു ശരീരമാണ് സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്നത്. കാരണം മരണത്തിനതീതമായ ഒരു ശരീരം യേശു കാട്ടിയതുപോലെ മരണത്തിനതീതമായി ആ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഭക്ഷിക്കാൻ പറ്റും. കാരണം എന്താ? യേശു ഭക്ഷിച്ച് കാണിച്ചു തന്നു. യേശു ഉയർത്തെഴുന്നേറ്റ് വന്ന ശേഷം ആ ശരീരത്തിലാണ് ഭക്ഷിച്ചത്. ശരിയല്ലേ? ആണോ അല്ലയോ? അവരോടൊപ്പം യേശു പറഞ്ഞു, നിങ്ങൾ തൊട്ട് നോക്ക്, ഭൂതത്തിനാണെങ്കിൽ ഇതുപോലെ ശരീരം കാണൂ. അതൊരു പ്രത്യേകതര ശരീരമായിരുന്നു. ഹല്ലേലൂയ. ആർക്കും വെളുപ്പിക്കാൻ കഴിയാത്തവണ്ണം, ആർക്കും കഴുകി വെളുപ്പിക്കാൻ പറ്റാത്തവരമുള്ള ശോഭയുള്ള ഒരു വസ്ത്രം. അതാണ് സ്വർഗത്തിലെ ദൈവം നൽകുന്ന മനോഹരമായ മഹത്വകരമായ ഒരു ശരീരം. അതാണ് നമുക്ക് സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്ന ഭവനം. ഹല്ലേലൂയ. ക്ഷയമില്ലാത്ത, വാട്ടമില്ലാത്ത, മാലിന്യമില്ലാത്ത ഒരു ഭവനം നമുക്ക് കൊണ്ട് ഒരുക്കിയിരിക്കുന്ന ഇതാണ്. അത് നമുക്ക് സ്വർഗത്തിൽ ദൈവം ധരിപ്പിക്കും നമ്മളെ. ഹല്ലേലൂയ. പിന്നെ അതിന് മരണത്തിന് അതിന് സ്ഥാനമില്ല, അതിന് പിന്നെ രോഗത്തിന് സ്ഥാനമില്ല. അത് മഹത്വകരമായ ശരീരമാണ്. ഈ സെക്കൻഡ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഏത് സ്ഥലത്ത് നമുക്കായിരിക്കും. കാരണം അത് മറ്റൊരു തലമാണ്, അതൊരു ആത്മതലത്തിലുള്ള ജീവിതമാണ്. ഹല്ലേലൂയ. അത് ഈ ഭൂമിയിലുള്ള ഈ ലിമിറ്റേഷൻ, സമയത്തിനൊക്കെ അതീതമാണ്. ഞാൻ അതിലേക്കൊന്നും ഡീറ്റെയിലായിട്ട് പോകുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, എനിക്ക് അറിയത്തില്ല. ഇതൊരു മറ്റൊരു തലം, മറ്റൊരു റലമാണ് സ്പിരിച്വൽ തലം, അല്ലെങ്കിൽ സ്വർഗീയ തലം. ആ സ്വർഗീയ തലത്തിനകത്ത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ, അതിനകത്ത് ജീവിക്കാൻ, ആ ദൈവതുല്യമായ ആ ലൈഫിനെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ആ ബോഡി നമ്മൾ അനുഭവിക്കണം. ആ ബോഡിയിലായി നമ്മുടെ ശരീരങ്ങൾ രൂപാന്തരപ്പെടണം. ഹല്ലേലൂയ. യേശു കർത്താവ് തന്റെ കാൽവരി ക്രൂശിലെ മരണ പുനരുത്ഥാനത്തിലൂടെ സംഭവിപ്പിച്ചത്, സത്യത്തിൽ ഏദൻ തോട്ടത്തിൽ മനുഷ്യന് നഷ്ടമായിരുന്ന ദൈവത്തോടു കൂടെ ചേർന്ന് വസിക്കുന്ന ഒരു വാസം ഉണ്ടായിരുന്നില്ലേ, അതിലേക്ക് നമ്മളെ റിസ്റ്റോർ ചെയ്യുകയായിരുന്നു. ഹല്ലേലൂയ. നമുക്ക് സ്വർഗത്തിൽ ഒരു ദിവസം കൊണ്ടുപോകാം എന്നുള്ളതായിരുന്നില്ല ദൈവത്തിന്റെ പ്രോമിസ്. മനുഷ്യന് നഷ്ടമായത് ഒരു സ്വർഗമായിരുന്നില്ല,
ദൈവത്തിന്റെ സാന്നിധ്യമായിരുന്നു, ദൈവത്തിന്റെ മഹത്വമായിരുന്നു. ദൈവത്തിന്റെ തേജസ്സിനെ നഷ്ടപ്പെടുത്തിയ മനുഷ്യനാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോയത്. എന്നാൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയ മനുഷ്യനെ ദൈവം തന്നോട് യേശു ക്രിസ്തുവിലൂടെ നിരപ്പിച്ചു എന്ന് വചനം പറയും. ഹല്ലേലൂയ. സ്വർഗത്തിലേക്ക് നിരപ്പിച്ചതല്ല, തന്നോട് നിരപ്പിച്ചു. അതായത് ഏദനിൽ നഷ്ടമായ മഹത്വത്തെ ദൈവം തിരികെ തന്നു. യേശു പറയുകയാണ്, പിതാവേ, അങ്ങ് എനിക്ക് നൽകിയ മഹത്വത്തെ ഞാൻ ഇവർക്ക് കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന് പിതാവ് കൊടുത്ത അതേ മഹത്വത്തെ ദൈവം നമുക്ക് നൽകി. ആ മഹത്വത്തിൽ ജീവിപ്പാനാണ് ദൈവം നമുക്ക് ഭാഗ്യം നൽകിയിരിക്കുന്നത്. അതായത് ഏദനിൽ അവർക്ക് ദൈവത്തോടൊപ്പമായിരുന്നു. അവർ ഏദനിൽ ആദം ഹവ്വയും ജീവിച്ചെങ്ങനെയാണ്? ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ, ആ മഹത്വത്തിന്റെ തലത്തിലായത്. അതേ തലത്തിലേക്കാണ് യേശു കർത്താവ് നമ്മളെ റിസ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു വീട് എന്നുള്ള സങ്കല്പം, ഒരു സ്ഥലം, ദൂരൊരു സ്ഥലം എന്നുള്ളതിനപ്പുറം സ്വർഗം ഒരു കിലോമീറ്റർ യാത്ര ചെയ്ത് പോകുന്ന ഒരു സ്ഥലമല്ല. സ്വർഗം ഇവിടെ തന്നെ ഉണ്ട്. ദൈവരാജ്യം, യേശു പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. യേശു ആ മലയുടെ മുകളിലേക്ക് കയറി ചെന്നു. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ കൂടെ ചെന്നു. പെട്ടെന്ന് അവരുടെ മുന്നിൽ യേശു റോക്കറ്റ് എടുത്ത് നേരെ സ്വർഗത്തിലേക്ക് പോയി എന്നല്ല, അവരുടെ മുന്നിൽ യേശു രൂപാന്തരപ്പെട്ടു. അടുത്ത നിമിഷം ഇതാ വരുന്നു ഒരു വലിയ റോക്കറ്റില് ഏലിയാവ്, മറ്റൊന്നിൽ മോശെ. അല്ല, ആ സെക്കൻഡിൽ അവിടെ വെളിപ്പെട്ടു സ്വർഗം. അവിടെ വെളിപ്പെട്ടു സ്വർഗീയ അന്തരീക്ഷം, സ്വർഗീയ അറ്റ്മോസ്ഫിയർ അവിടെ തുറന്നു. ഹല്ലേലൂയ. യോർദാനിൽ സ്നാനമേറ്റ് കയറിയ ഉടനെ എല്ലാവരെയും ഒരു വണ്ടി പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയെന്നല്ല, സ്വർഗീയ തലം അവിടെ തുറന്നു. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൂരൊരു വോയിസ് അല്ല, അവർ നിൽക്കുന്ന സ്ഥലത്ത് മറ്റൊരു അറ്റ്മോസ്ഫിയർ തുറന്നു. ഹല്ലേലൂയ. മറ്റൊരു തലം. ഹല്ലേലൂയ. സ്വർഗം എന്ന് പറയുന്നത് മറ്റൊരു ഡിമെൻഷനാണ്. അതായത് അതൊരു ദൂരൊരു സ്ഥലമല്ല, ഒരു ജോഗ്രഫിക്കൽ ഏരിയ ആയിട്ടൊരു സ്ഥലമായി നമ്മൾ കാണുന്നതിനപ്പുറമായി നമുക്കിപ്പോഴും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സ്വർഗം. ഹല്ലേലൂയ. നിങ്ങളിപ്പോൾ ഇരുത്തപ്പെട്ടിരിക്കുന്നത് സ്വർഗത്തിലാണെന്ന് വചനം പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തുന്നേറ്റ് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. നമ്മെ ഓരോരുത്തരും ദൈവം സ്വർഗതലത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. ഒറ്റ കാര്യം മാത്രം മനസ്സിലാക്കുക, സ്വർഗത്തിൽ കൈപ്പണിയല്ലാതെ പണിതത് 2 നിലയോ 3 നിലയോ ബിൽഡിംഗ് അല്ല, കൈപ്പണിയല്ലാത്ത മറ്റൊരു മഹത്വമേറിയ ഒരു ശരീരമാണ്. എന്നേക്കും ജീവിക്കാൻ, എന്നേക്കും മരണമില്ലാതിരിക്കുന്ന സ്വർഗീയന്റെ പ്രതിമ ധരിക്കുന്ന ആ ശരീരമാണ് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്ന ആ ഇൻഹെറിറ്റൻസ്, അവകാശം. പത്രോസ് പറയുകയാണ്, നശിച്ചു പോകാത്തൊരു അവകാശത്തിനായി തന്നെ നീ വീണ്ടും ജനിച്ചിരിക്കുന്നു. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത നശിച്ചു പോകാത്ത അവകാശത്തിനായി നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. വീണ്ടും ജനിപ്പിച്ചത് ഇനി മരിക്കാതിരിക്കാൻ, ഇതിൻ്റെ മേലെ അമർത്യമായ ഒന്നിനെ ധരിക്കുവാനാണ് സ്വർഗത്തിലെ ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്.